Hello friends, welcome back to my new video. How I shoot my video. ഏതൊരു യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു സംശയമായിരിക്കും എങ്ങനെയായിരിക്കും അവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക, എങ്ങനെയായിരിക്കും എഡിറ്റ് ചെയ്യുന്നുണ്ടാവുക, ഇതൊക്കെ അവർക്ക് ഉണ്ടാവുന്ന ഒരു സംശയമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹൗ ഐ ഷൂട്ട് മൈ വീഡിയോ, അതായത് ഞാൻ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ എഡുടെക് ചാനൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഗ്രൂപ്പിലൂടെ മെയിൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പാപ്പ് ഉണ്ടാവുന്ന ടെക് അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ പല പല ഗിവ് അവേസും ആ ഗ്രൂപ്പിലൂടെ അനൗൺസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി കയറി വരാവുന്നതാണ്. അതുപോലെ തന്നെ എന്റെ വീഡിയോസിലെ പല പല സജഷൻസ് നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. ഒരു അത്യാവശ്യം നല്ല വൈബിളുകൾക്ക് കയറി വരാൻ പറ്റുന്ന ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് കയറി വരാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് വരാം. അതായത് ഇഷ്ടംപോലെ പേര് ഒരു യൂട്യൂബിൽ ചാനൽ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ തന്നെ ഇഷ്ടംപോലെ പേര് പൈസ ചെലവാക്കിയിട്ട് ട്രൈപോഡ് വാങ്ങാം, അതുപോലെ തന്നെ മൈക്ക് വാങ്ങാം, ക്യാമറ വാങ്ങാം, സോഫ്റ്റ് ബോക്സ് വാങ്ങാം. സോഫ്റ്റ് ബോക്സ് മനസ്സിലായി വിചാരിക്കുന്നു. സോഫ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ ഉണ്ടാവുന്ന ലൈറ്റ് ഉണ്ടല്ലോ ഫോട്ടോ എടുക്കാനായിട്ട്, അത് ചിലരും പർച്ചേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ടപ്പ് തന്നെ ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. ഞാൻ ലോക്ക്ഡൌൺ സ്റ്റാർട്ടിങ്ങിലാണ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എന്റെ കയ്യിൽ മൈക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്ത ഒരു ഹെഡ്ഫോണിലെ ഇയർപീസ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രൈപോഡ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നല്ല. ഞാൻ ട്രൈപോഡ് വീട്ടിൽ ഉണ്ടാക്കാണ് ചെയ്തത്. അതുപോലെ തന്നെ സോഫ്റ്റ് ബോക്സും ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കാണ് ചെയ്തത്. പിന്നെ മൈക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെഡ്സെറ്റ് ഡിസ്കണക്ട് ചെയ്തിട്ട്, അതായത് അതിന്റെ ഇയർബഡ് കട്ട് ചെയ്തിട്ട് മൈക്കായി യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് സ്റ്റാർട്ടിങ് ചെയ്ത് ഇനി ആ ഒരു ട്രൈപോഡും അതുപോലെ സോഫ്റ്റ് ബോക്സ് എങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയ ട്രൈപോഡാണ്. ഇപ്പോൾ ഈ ഒരു ട്രൈപോഡ് സിമ്പിൾ എന്ന് പറയുന്നത് ഒരു സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് ട്രൈപോഡാണ്. ഇത് തൃശ്ശൂർ റൗണ്ടിൽ ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇത് ഒരു 3/4 PVC പൈപ്പിൽ ഒരു 4 എൽബോ, അതുപോലെ തന്നെ 3 ടീയും ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രൈപോഡാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ട്രൈപോഡ് വാങ്ങാനായിട്ടുള്ള മണി നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ട്രൈപോഡ് ഉണ്ടാക്കാവുന്നതാണ്. ദെൻ ഇതാണ് നമ്മുടെ സോഫ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ വയ്ക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ സോഫ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഇതിനെ വീട്ടിലുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഇതിന്റെ അടിഭാഗം കണ്ടല്ലോ, ഒരു 1 ഇഞ്ച് PVC പൈപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള എന്റെ അടിഭാഗമാണ്. എന്താ പറയാ, ഒരു 4 എൽബോ, ഇതൊരു മോളിക്കാക്കി വെച്ചിട്ടുള്ള കുറച്ച് ചെരിഞ്ഞിരിക്കണ കണ്ട ഒരു മോളിക്കാക്കി വെച്ചിട്ടുള്ളത്, ഈ ഒരു എൽബോ അങ്ങനെ വെച്ചിട്ടുള്ളത്. then ഇവിടെ 3 ടീയും മുകളിലൊരു ടീയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ് ബോക്സ് എന്ന് പറയാം. കറക്റ്റ് ആ ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. then ഇതിന്റെ മോൾ ഭാഗത്ത്, അതായത് ഇതിന്റെ കവർ ചെയ്ത്, ഇതിനിപ്പോൾ ലൈറ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ലൈറ്റ് വരുന്നതുകൊണ്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട്, ഒരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ പിന്നെ ലൈറ്റിനെ എമിറ്റ് ചെയ്യണ ഒരു ചെറിയൊരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് ഫേസിക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. then ഇതിന്റെ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ, ഇതിന്റെ ഉള്ളിലാണ് കറക്റ്റ് ഇതിന്റെ ഒരു ബൾബ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ടീ ഇട്ടിട്ട് പുറത്തേക്ക് വയർ വന്നിട്ട് അത് നേരെ എന്താ പറയാ പ്ലഗിൽ കണക്ട് ചെയ്യാണ് നമ്മുടെ പരിപാടി. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ടെക് വീഡിയോസ് ആണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ടീഷർട്ടാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാറ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ പുറത്ത് വ്ളോഗും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തായിരിക്കും വേറെ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് സെറ്റപ്പിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാറ്. അതുപോലെ തന്നെ എന്താ പറയാ, പലരും ഇതിനു വേണ്ടി ഇഷ്ടംപോലെ പൈസ ചെലവാക്കിയിട്ടാണ് ഓരോ വീഡിയോസ് എടുക്കുന്നത്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ എക്സ്ട്രാ മണിയൊന്നും ഇതിന് വേണ്ടി ഇറക്കിയിട്ടില്ല. പിന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ആയിട്ട് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ട്രൈപോഡും മൈക്കും എല്ലാം സെറ്റ് ആക്കിയിട്ട് ഒരു അടിപൊളി വീഡിയോ, ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു അടിപൊളി വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊക്കെ ഒന്നുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ദെൻ 1K അടിച്ചു എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു ഗിവ് അവേ ഒക്കെ ചിലർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് വഴി ഗ്രൂപ്പിൽ ഒന്ന് കയറിയിട്ട് ഒന്ന് ആക്റ്റീവ് ആവാം. അപ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിൽ ചർച്ച കാര്യങ്ങൾ തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വേണ്ടി നമുക്ക് നാളെ പാക്കലാം. With